ഈ കോടതിയുടെ മുൻപാകെ ഇന്ന് തെളിഞ്ഞിരിക്കുന്ന സത്യം അതീവ ഗൗരവമുള്ളതാണ്. ഒരു നിരപരാധിയായ മനുഷ്യന്റെ മാനവും ജീവിതവും സ്വാതന്ത്ര്യവും ഒരു വ്യാജ പരാതിയിലൂടെ തകർക്കാൻ ശ്രമിക്കപ്പെട്ടിരിക്കുന്നു. സ്ത്രീകളുടെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനുമായി നിയമം ശക്തമായി നിലകൊള്ളുന്നു. പക്ഷേ ആ നിയമത്തെ ആയുധമാക്കി അസത്യത്തെ സത്യമായി അവതരിപ്പിക്കാൻ ആരും അർഹരല്ല. നിയമം സംരക്ഷണത്തിനുള്ളതാണ്, പ്രതികാരത്തിനോ വഞ്ചനയ്ക്കോ വേണ്ടിയല്ല. പഠിക്കാതെ അങ്ങനെ രക്ഷപ്പെടാം. ചിട്ടിയവൻ. ഓ, എവിടെ പോയാലും നീ എന്നെ വിളിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം പഠിച്ചപ്പോൾ മാത്രം എന്നെ വിളിച്ചില്ല. കൊള്ളാടാ. രാമരാമേ, അത് ശരി. ഞാൻ വിചാരിച്ചു നീ പഠിക്കണം, പേടിച്ചു പോയി. ആ ഡാ ഇൻവെർട്ടറെ, ഇതിന് ഡയറി കിട്ടിയാ? ബ്രോ, ക്യാൻ യു ഗീവ് എ എറൈസർ? എറൈസറാ? മാപ്പ് കേട്ട, അത് മതി, കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. എടാ, ഇംഗ്ലീഷൊന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ഉദാഹരണത്തിന് ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, ഹൗ ആർ യു? അപ്പം നീ ഇതൊന്നും ഉത്തരം പറയും. ഐ ആം ഫൈൻ. ഫൈൻ. അപ്പം ഫൈൻ്റെ അർത്ഥം എന്തിനാണ്? അത് പിഴ. അപ്പം നീ പിഴയെന്നാണ് അതിൻ്റെ അർത്ഥം. ഇംഗ്ലീഷൊന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ലടാ. ലേഡി ബെഗർ. What did he say? What did he say? Beggars. What did he say? Maybe we are poor. Coolies. Trolley pullers. But we are not beggars. If you dare to say that word once more, I will pull your bloody tongue. Hey പയ്യൻസ്, പേടിച്ചു പോയോ? ശരി. മൗനം സമ്മതം. ഈശ്വര, ഇതാണോ ഞാൻ കണ്ടെത്തുന്ന പണിക്കര് പറഞ്ഞ പെൺകുട്ടി? ഗുഡ് മോർണിംഗ്, സിറ്റ് ഡൗൺ. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഒരു സാധാരണ പാഠഭാഗമല്ല. നമ്മുടെ രാജ്യത്ത് സ്ത്രീകളുടെ അവകാശങ്ങളെയും അവരുടെ സുരക്ഷയ്ക്കുമായി രൂപീകരിച്ചിട്ടുള്ള നിയമങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത ആർക്കെങ്കിലും അറിയാവോ? ഒന്ന് പറഞ്ഞേ. അതറിയാമെങ്കിൽ നമ്മളോടൊന്നിരിക്കോ ടീച്ചർ? ഞാനൊരു ഫണ്ടേഷൻ. ആരെങ്കിലും? ടീച്ചർ, നാളെ ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആണ്. യെസ്, എല്ലാവർക്കും അറിയാവുന്ന ദിവസമാണ് ജനുവരി 26. അത് റിപ്പബ്ലിക് ഡേ മാത്രമല്ല, നമ്മുടെ ഭരണഘടന പ്രാബല്യത്തിൽ വന്ന ദിവസം കൂടിയാണ്. അതിനുശേഷമാണ് സ്ത്രീകളുടെ സമത്വത്തിനും സുരക്ഷയ്ക്കും അവകാശങ്ങൾക്കുമായിട്ടുള്ള നിരവധി നിയമങ്ങൾ നടപ്പിലായിട്ടുള്ളത്. ആ നിയമങ്ങൾ ഏതൊക്കെയാണ്, എന്തുകൊണ്ടാണ് അവ വന്നത്, സമൂഹത്തിൽ അതിന്റെ പ്രാധാന്യം എന്താണ്, അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14, 15, 16 എന്നിവ സ്ത്രീകൾക്ക് സുരക്ഷയും സമത്വവും ഉറപ്പാക്കുന്നു. ഇത് പരിഗണിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിലെ വേദപുസ്തകം എന്ന് പറയാവുന്ന നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 14 അനുസരിച്ച് ഇക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ് ടു എവരി സിറ്റിസൺസ് എന്ന് പറയുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് നൽകുന്ന തുല്യതയാണ്. അപ്പോൾ സ്വാഭാവികമായി നമുക്കൊരു സംശയം തോന്നാം, പിന്നെന്തിനാണ് സ്ത്രീകൾക്കായി പ്രത്യേക നിയമം? അതും ഭരണഘടന പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 15 അനുസരിച്ച് പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഭരണഘടനയ്ക്കപ്പുറത്തേക്ക് യാതൊരു നിയമവും നടപ്പിലാക്കാൻ നമ്മുടെ രാജ്യത്തിനാകില്ല. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും അനുകൂലമായി ധാരാളം പ്രത്യേക നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലകൊള്ളുന്നു. ഈ അവസരത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് ഒരുപാട് നിർവചനങ്ങളുണ്ട്. എന്നാൽ
നാം മനസ്സിലാക്കേണ്ടത് സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികപരമായി നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യനീതി സ്ത്രീകൾക്ക് ലഭിക്കുന്നുണ്ടോ എന്നാണ്. ലഭിക്കുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ സ്ത്രീ ശാക്തീകരണം. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ആവശ്യമായിട്ടുള്ളത് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ളതും തെറ്റ് കണ്ടാൽ പ്രതികരിക്കുന്നതുമായ ഒരു സ്ത്രീ സമൂഹത്തെയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് തെറ്റേത് ശരിയേത് എന്നുള്ളൊരു വേർതിരിവില്ലാതെ പോകുന്നു. മനുഷ്യൻ എന്ന നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് സ്ത്രീയും പുരുഷനും. പക്ഷേ നമ്മുടെ സമൂഹം ഇന്ന് നോക്കിക്കാണുന്നത്, ഇല്ലെങ്കിൽ ഇവരെ നോക്കിക്കാണുന്നത് 2 വീക്ഷണകോണിലൂടെയാണ്. നമ്മുടെ രാജ്യത്തുള്ള പല നിയമങ്ങളും ദുരുപയോഗം ചെയ്യപ്പെടാറുണ്ട്. അതിൽ വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്ന ഒരു ആക്റ്റാണ് പോഷ് ആക്ട്. ഈ പോഷ് ആക്ട് എന്തെന്നായിരിക്കും അല്ലേ? പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹരാസ്മെന്റ്. ഇത് ഏത് വർഷമാണ് നിലവിൽ വന്നതെന്ന് അറിയാമോ? 2013 ഈ ആക്ട് നിലവിൽ വന്നത്. എന്തിനീ ആക്ട് എന്നായിരിക്കും. സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങൾ, അതൊക്കെ എങ്ങനെ തടയാം, ഇനി പീഡിപ്പിക്കപ്പെട്ടാൽ അതിനുള്ള പ്രശ്നപരിഹാരം, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ആക്ടാണ് പോഷ് ആക്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ നിയമം വളരെയേറെ ദുരുപയോഗം ചെയ്യപ്പെടാറുണ്ട്. ശരിക്കും ഇതറിയേണ്ടത് നിങ്ങളെപ്പോലെയുള്ള പുതുതലമുറയിലെ കുട്ടികളാണ്. കാരണം നമ്മുടെ ക്രെഡിബിലിറ്റി, വിശ്വാസ്യത എല്ലാം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. ടീച്ചർ, ഒരു സംശയം. സ്ത്രീകൾക്ക് അനുകൂലമായി ഇത്രയും നിയമങ്ങളിവിടെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ചില കേസുകൾ കോടതിയിലെത്തുമ്പോൾ നിയമം സ്ത്രീകൾക്കെതിരായി മാറുന്നുവെന്ന് ജനങ്ങൾക്ക് തോന്നുന്നത്? യഥാർത്ഥത്തിൽ നിയമം സ്ത്രീകൾക്ക് അനുകൂലം തന്നെയാണ്. പക്ഷേ നിയമങ്ങളെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് പ്രസക്തി. ഉദാഹരണത്തിനായി നമ്മുടെ മുന്നിൽ ധാരാളം സംഭവങ്ങളുണ്ട്. ഞാനൊരു കഥ പറയാം. ആൺ സുഹൃത്തിനെ രക്ഷിക്കാൻ പെൺകുട്ടി നൽകിയ ഒരു വ്യാജമൊഴി. ഈ കേസ് ആരെങ്കിലും അറിഞ്ഞായിരുന്നോ? ഇടുക്കി ജില്ലയിലെ ഒരു എയ്ഡഡ് സ്കൂളിലെ സുരക്ഷാ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. അയൽവാസിയായ പെൺകുട്ടിക്ക് ഒരു ചെറുപ്പക്കാരനോട് തോന്നിയ അടുപ്പം അദ്ദേഹം കണ്ടെത്തി. ഒടുവിൽ പെൺകുട്ടി സെക്യൂരിറ്റി ജീവനക്കാരനെതിരെ അധ്യാപികയ്ക്ക് ഒരു വ്യാജ പരാതി നൽകി. എന്തോരം കുളിരുലാത്തുന്നതാണിവിടം, കുന്നോളം പുലരി മഞ്ഞിന്തളിർ പൂക്കും ജാലകം ജാലകം ജാലകം. വർണ്ണരാജികളിൽ തൂകും പവിഴമുത്തുപോൽ തുള്ളികൾ, വർണ്ണരാജികളിൽ തൂകും പവിഴമുത്തുപോൽ തുള്ളികൾ, ഈറൻമുടി കോതും കിനാക്കളിൽ. വേരോടെ വേരോടുന്നേ, വേരോടെ ഞാൻ നിൽക്കുന്നേ. താനേ താനെ തന്നാനെ താനേ തന്നാനേ, താനേ താനെ തന്നാനെ താനേ തന്നാനേ, താനേ താനെ തന്നാനെ താനേ തന്നാനേ, താനേ താനെ തന്നാനെ താനേ തന്നാനേ. ജന്മവീഥികളിൽ ഉണരും തെളിമ കാണുമതിൻ ഭാഗ്യമേ ഭാഗ്യമേ. ജന്മവീഥികളിൽ
തെളിമ കാണുമതിൻ ഭാഗ്യമേ ഭാഗ്യമേ ഈരേഴു ലോകവും എൻ പ്രാണനും ഈ വീടിനുൾ ചേരുന്നേ ഒന്നൂടെ ഞാൻ ഓർക്കുന്നേ ഒന്നൂടെ ഞാൻ ഓർക്കുന്നേ താനേ താനേ തന്നാലെ താനേ തന്നാലെ 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 എന്ത് പറ്റി മോളെ? എന്തു പറ്റിയെന്നറിയാൻ വയ്യോ അമ്മ. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഈ വളവെത്തിയോ പഞ്ചറായെന്ന് തോന്നുന്നു. അയ്യോ, മോൾ വണ്ടി കയറിക്കോ, ഞാൻ അങ്ങോട്ടേക്കല്ലേ പോകുന്നത്, ഞാൻ അങ്ങോട്ടാക്കിക്കാം. അല്ല, ഞാൻ നടന്നോളാം. അല്ല, മോൾ കയറിക്കോ, ഞാൻ പയ്യെ നടന്നോളാം. ഇനിയിപ്പോൾ എപ്പോൾ എത്തണ? സ്കൂളിൽ പോയാൽ സമയം താമസിക്കും. ഇല്ല, കയറിക്കോ. കുഴപ്പമില്ല. ഇല്ല മോളെ, കയറിക്കോ. പിടിച്ചിരുന്നോ? അമ്മയ്ക്കിപ്പോൾ പനി എങ്ങനെയുണ്ട്? ആ മാമ, കുഴപ്പമില്ല. ഹോസ്പിറ്റലിൽ പോയായിരുന്നു. ആ, ഹോസ്പിറ്റലിൽ പോയല്ലേ? ആ മാമ, എന്ത് താമസിച്ച? ആ അതെ, വഴിയിലൊരു ആക്സിഡന്റ് കണ്ടായിരുന്നു. ആ പയ്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത് താമസിച്ചതാ. ആ, ഇപ്പൊ എങ്ങനെയുണ്ട്? ആ, അവന് വേറെ കുഴപ്പമൊന്നുമില്ല. ആ നീ ഇപ്പോൾ 10-ലല്ലേ? ആ മാമ. മക്കളെ, നല്ലപോലെ പഠിക്കണേ. നിന്റെ അമ്മ എത്ര പാടുപെട്ടാണ് പഠിപ്പിക്കുന്നതെന്ന് അറിയാലോ അല്ലേ? പഠിച്ച് നല്ലൊരു ജോലി വാങ്ങണം. പിന്നെ പൈസ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയേ. നമ്മളൊക്കെ അയൽവാസികളല്ലേ, അപ്പോൾ ചോദിക്കുന്നതുകൊണ്ട് ഒരു മടിയും വേണ്ട കേട്ടോ. എന്താ രാജേഷി താമസിച്ച്? ടീച്ചറെ, ഞാൻ വരുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് കണ്ടായിരുന്നേ, അതുകൊണ്ടാണ് താമസിച്ചത്.
ഹലോ ഡാ അജോ, ഇത് നല്ല പ്രശ്നമാവും. അയാൾക്ക് എൻ്റെ അമ്മയെ അറിയാം. എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. നീ എന്തിന്റെ കിടന്ന് പേടിക്കണോ? അയാളെ പിടിച്ച് മൂക്കി കയറ്റാനൊന്നും പോകണ്ടേ. നിനക്കെന്ത് കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്തത്? എനിക്ക് തല പിരിക്കുന്നു. എന്തായാലും കണ്ടിട്ടുണ്ട്. അപ്പൊ നീ അയാളെന്തായാലും നിന്റെ വീട്ടിൽ പറയുന്നതിന് നീ അങ്ങേക്ക് ഒരു പണിയുണ്ട്. പണിയാ? എന്ത് പണി? ഓ പണി തന്നെ, എന്ത് കേട്ടിട്ടില്ലയോ? നീ ഒരു കാര്യം ചെയ്യും, സ്കൂളിൽ ചെന്നിട്ട് അങ്ങനെ ഇന്ന് കയറി പിടിക്കാൻ നോക്കിയെന്ന് അങ്ങനെ പറ. ബാക്കി ഞാൻ നോക്കിക്കോളാം. എടാ അങ്ങനെയൊക്കെ ചെയ്താൽ പ്രശ്നമാവൂലേ? നിനക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ലാസ്റ്റ് വീട്ടിൽ ചെയ്യാനായിട്ട് എന്റെ അടുത്തൊന്നും പറഞ്ഞോണ്ട് വരാൻ. എന്നാലും ഇതൊക്കെ എങ്ങനെയാടാ ഞാൻ? ഡെഡി, ഇത് എന്റെ ആവശ്യമില്ല, നിന്റെ ആവശ്യമാണ്. ഞാൻ പറയാല്ല, നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മളെ നാടാണ്, നീ എന്തിനു പറഞ്ഞാലും അവരെ വിശ്വസിച്ചോളൂ, ഒരു കുഴപ്പമില്ല. നീ ഈ പേരും പറഞ്ഞ എന്നെ വിളിക്കല്ലേ, ഞാൻ വെക്കുകയാണ്. ഹലോ ഹലോ എടാ. ആ പറടോ. സാറേ, രാഹുൽ അവിടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി സാറേ. പിന്നെ താനൊക്കെ എന്തുണ്ടാക്കാടോ അങ്ങോട്ട് പോയത്? സാർ അവന്റെ നിന്നെ കൊണ്ടൊന്നും പറ്റില്ലെങ്കിൽ അത് പറ. സാർ, നമുക്ക് അവനെതിരെയുള്ള ഒരു തെളിവ് പോലും ഇല്ല സാറേ. നീയൊക്കെ കൂടുതൽ തെളിവുണ്ടാക്കുന്ന അമ്മ പുല്ല് പോലെ ഇറങ്ങി വരും. സാറേ, അത് മാത്രമല്ല, ഈ പറഞ്ഞ ഒരു പ്രശ്നങ്ങളും ഇവിടെ കാണാനില്ല. സാർ അവിടെയാ ഓഫീസ്. ഞാനെന്ത് ചെയ്തു? ഞാനെന്താ ചെയ്തത്? ഞാനൊന്നും ചെയ്തില്ല സാർ. ഞാനൊന്നും ചെയ്തില്ല സാർ. ഞാനൊന്നും ചെയ്തില്ല സാർ. പോലീസിന്റെ കൈ തട്ടി വരണ പന്ന. സർക്കാർ പെൻഷൻ പറ്റി വീട്ടിയിരിക്കേണ്ടവൻ ഇന്ന് എല്ലിനിടെ കയറുമ്പോ കൊച്ചു പിള്ളേരോടവന്റെ. എന്നെ തല്ലല്ലേ സാർ, തല്ലല്ലേ സാറേ. അയ്യോ എന്നെ തല്ലല്ലേ. അയ്യോ ഞാനൊന്നും ചെയ്തില്ല, ഞാനൊന്നും ചെയ്തില്ല. എന്നെ തല്ലല്ലേ സാറേ. സാറേ അയ്യോ എനിക്ക് വയ്യ. അയ്യോ ഞാനൊന്നും ചെയ്തില്ല, ഞാനൊന്നും ചെയ്തില്ല. അയ്യോ എന്നെ ഒന്നും ചെയ്യില്ല സാറേ, എന്നെ ഒന്നും ചെയ്യില്ല. ഞാനൊന്നും ചെയ്തില്ല. എനിക്കറിയില്ല, എനിക്കറിയില്ല. ഞാനൊന്നും ചെയ്തില്ല. അയ്യോ അമ്മേ. ഒരു സംശയം, സ്റ്റേഷനിൽ എത്തിച്ച പ്രതിയെ ഇത്രമാത്രം ക്രൂരമായി മർദ്ദിക്കാനുണ്ടായ കാരണം എന്താവാം? അന്ന് അവിടുത്തെ സ്ഥലം SI സമർപ്പിച്ച FIR റിപ്പോർട്ടിൽ രാജേഷ് എന്ന വ്യക്തിക്കെതിരെ ചുമത്തിയത് പോക്സോ ആക്ട് പ്രകാരമുള്ള കേസായിരുന്നു. എന്താണ് ഈ പോക്സോ ആക്ട് എന്ന് പറയുന്ന നിയമം? ആർക്കെങ്കിലും പറയാമോ? മാം, യാ, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ്. എക്സാക്ട്ലി. എന്തിനു വേണ്ടിയാണ് ഈ നിയമം? ആ പേര് സജസ്റ്റ് ചെയ്യുന്നത് പോലെ കുഞ്ഞുങ്ങളെ സെക്ഷൽ ഒഫൻസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും അവർക്കെതിരെ അതിക്രമങ്ങൾ ഉണ്ടായാൽ തക്കതായ ശിക്ഷ നൽകുന്നതിനും വേണ്ടിയുള്ള ഒരു നിയമമാണ് പോക്സോ. ഇതൊരു സ്പെസിഫിക് ആയിട്ടുള്ള നിയമമാണ്. ദ വിക്ടിം ഈസ് ഓൾവേസ് എ ചൈൽഡ്. ഈ നിയമം ഒരു കുട്ടിയെ മാത്രമാണ് വിക്ടിമായി അഡ്രസ് ചെയ്യുന്നത്. മാം, നിയമത്തിൽ കുട്ടി എന്ന് വെച്ചാൽ ആരാണ്? നല്ല ചോദ്യം. 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയെയാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് ഞങ്ങൾ ചൈൽഡ് എന്ന രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്നത്. ഒരു കുട്ടി, അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും, ആ കുട്ടിക്കെതിരെ സെക്ഷൽ ഒഫൻസ് ഉണ്ടായാൽ പോക്സോ നിയമപ്രകാരം ആ പ്രതി ശിക്ഷിക്കപ്പെടും. എന്നാൽ ഇവിടെ അന്നത്തെ സ്ഥലം SIക്കെതിരെ SP ഓഫീസിൽ ഒട്ടനവധി പരാതികൾ വന്നിരുന്നു. അറസ്റ്റ് ചെയ്യപ്പെടുന്ന പ്രതികളെ ക്രൂരമായി മർദ്ദിക്കുന്നു. അങ്ങനെ ഒരുപാട് കംപ്ലൈൻറ്റ്സ് ആണ് അദ്ദേഹത്തെക്കുറിച്ച് പുറത്തു വന്നുകൊണ്ടിരുന്നത്. മാം, ഒരു സംശയം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു നിയമപാലകനായ അദ്ദേഹം തന്നെ നിയമങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതല്ലേ? അതെ.
ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് പവിത്രമായ ഭരണഘടനയുടെ പ്രത്യേക സംരക്ഷണവും പരിഗണനയും ലഭിക്കുന്ന വിഭാഗങ്ങൾ ആ നിയമത്തെ ദുരുപയോഗം ചെയ്യരുത് എന്നുള്ളതാണ്. നിയമം ഈശ്വരതുല്യമാണ്. നിയമം ഒരു നിറഞ്ഞു കത്തുന്ന നിലവിളക്കിന്റെ പ്രഭാവലയം പോലെ നമുക്ക് സംരക്ഷണം തരുമ്പോൾ സംരക്ഷണം നമ്മൾ അനുഭവിക്കുക. അതല്ലാതെ മറ്റേതെങ്കിലും ആവശ്യത്തിലേക്കായി അത് ദുരുപയോഗം ചെയ്യരുത്. മാം, ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സത്യം പുറത്തു വരുമെന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയല്ലേ? പ്രതീക്ഷകൾ അവസാനിക്കുന്നിടത്താണ് മോളെ ജീവിതം തുടങ്ങുന്നത്. എല്ലാ വെളിച്ചവും കെട്ടുകഴിയുമ്പോൾ നമുക്ക് വേണ്ടി ജ്വലിക്കുന്ന ഒരു മെഴുകുതിരി എവിടെയെങ്കിലും ഉണ്ടാവും. താൻ നിരപരാധിയാണെന്ന് എനിക്കറിയാം. ഒരു കള്ളമ്പുഴയുടെ പേരിൽ നിങ്ങളെ തോപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എടോ, തനിക്ക് വേണമെങ്കിൽ എൻ്റെ അടുത്ത് എന്തു വേണോ പറയാം. തന്റെ നിലവാരത്തിന് തെളിയിക്കാൻ ഇതിലും നല്ല അവസരം കിട്ടത്തില്ല. അതുകൊണ്ട് പറ, തന്റെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ തുറന്നു പറ. ഇല്ല സാർ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നമ്മൾ C++ യൂസ് ചെയ്യുന്ന 5 ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പുകളെന്ന് പറയുന്നത് ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിള്, വോയിഡ്. അതിൽ വോയിഡിൻ്റെ സൈസ് എന്ന് പറയുന്നത് 0 ആണ്. ഇൻറ്റിൻ്റെയും ഫ്ലോട്ടിൻ്റെയും സൈസ് എന്ന് പറയുന്നത് 4 ബൈറ്റ് ആണ്. ദെൻ ക്യാറിൻ്റെ സൈസ് 1 ബൈറ്റ് ആണ്. ദെൻ ഡബിളിൻ്റെ സൈസ് എന്ന് പറയുന്നത് 8 ബൈറ്റ് ആണ്. ഓക്കെ, ഇത് നമുക്കിതിൻ്റെ സൈസിൻ്റെ റേഞ്ച് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കുന്നു. നമുക്കതിന് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ബേസിക് ഡാറ്റ ടൈപ്പുകളെ പറ്റിയാണ് പറഞ്ഞത്. അടുത്ത ദിവസം ഇതെല്ലാം പഠിച്ചു വരണം. ഓക്കെ, ശരി. നീ എന്താ ഇവിടെ ഇരിക്കുന്നേ? എനിക്ക് കാര്യം പറയാനുണ്ടായിരുന്നു. ഓ, ബ്രേക്കപ്പ് ആയില്ലേ? ഞാൻ അന്നേ നിന്നോട് പറഞ്ഞില്ലേ അവർ ഫ്രോഡാണെന്ന്. അപ്പം നിനക്ക് എന്നോട് പുച്ഛം. അനുഭവിച്ചോ? എടി അതല്ലടി, എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. എന്ത്? എടി, സത്യത്തിൽ രാജേഷും പാവാ. അന്ന് എൻ്റെ അവൻ്റെ റിലേഷൻ മാമ കണ്ടുപിടിച്ച്. അത് വീട്ടിൽ പറയുന്ന പേടിച്ചിട്ടാണ് നീ അതൊക്കെ ചെയ്തത്. അത് അവൻ പറഞ്ഞിട്ട്. നീ ഇത്ര നന്ദിയില്ലാത്തവളായിരുന്നോ? അവൻ എന്ത് പറഞ്ഞാലും നീ അത് ചെയ്യോ? അവൻ എന്നെ കൊല്ലാൻ പറഞ്ഞ് നീ എന്നെ കൊല്ലോ? എടി, അത് അങ്ങനെയല്ലടി. ആ പാവപ്പെട്ട മനുഷ്യൻ നിനക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടടി? എന്നിട്ടാണോ നീ ഇങ്ങനെ കാണിച്ചത്? അത് പിന്നെ ഇനി നീ ഒന്നും പറയണ്ട. ചിലപ്പോൾ നിനക്ക് എന്നെയും കൊല്ലാൻ തോന്നും. എനിക്ക് നീയായിട്ട് ഇനി ഒരു ബന്ധമില്ല. നീ ഒറ്റയ്ക്ക് അനുഭവിച്ചു. അഞ്ജലി മാം, അദ്ദേഹം നിരപരാധിയാണെന്ന് എങ്ങനെയാണ് തെളിഞ്ഞത്? ഒടുവിൽ നീതിദേവത കൺതുറന്നു. പോക്സോ കേസിൽ പെൺകുട്ടിയുടെ വ്യാജ പരാതി തുടർന്ന് നിരപരാധിയായ 61 വയസ്സുകാരൻ തടങ്കിലായത് കഴിഞ്ഞ 9 മാസമാണ്. പോക്സോ കേസിൽ പെൺകുട്ടി നൽകിയ വ്യാജമൊഴിയെ തുടർന്ന് നിരപരാധിയായ 61 വയസ്സുകാരൻ കഴിഞ്ഞ 9 മാസക്കാലത്തോളമാണ് ജയിലിൽ കിടന്നത്. തീർത്ഥപ്പുഴ സ്വദേശി രാജേഷിനാണ് ഈ ദുരവസ്ഥ ഉണ്ടായത്. പെൺകുട്ടി കോടതിയിൽ നൽകിയ മൊഴി വ്യാജമാണെന്ന് പെൺകുട്ടി തന്നെ സമ്മതിച്ചതോടെ രാജേഷിനെ കോടതി വെറുതെ വിട്ടു. കോടതി വിധിക്കുന്നു. ഒന്നാമതായി, സുരക്ഷാ ഉദ്യോഗസ്ഥനായ ശ്രീ രാജേഷ് എന്ന വ്യക്തിയെ കേസിൽ നിന്നും പൂർണ്ണമായും നിരപരാധിയാണെന്ന് പ്രഖ്യാപിക്കുന്നു. അദ്ദേഹത്തിനു മേൽ ചുമത്തിയ എല്ലാ കുറ്റാരോപണങ്ങളും ഈ നിമിഷം മുതൽ റദ്ദാക്കുന്നു. രണ്ടാമതായി, യുവാവിനെ വ്യാജസാക്ഷ്യം സൃഷ്ടിച്ചതിനും
തെറ്റായ പരാതി നൽകാൻ പ്രേരിപ്പിച്ചതിനും ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രകാരം ശിക്ഷാർഹനായി കണ്ടെത്തുന്നു. നിയമാനുസൃത ശിക്ഷ വിധിക്കുന്നു. മൂന്നാമതായി, വിദ്യാർത്ഥിനി പ്രായപൂർത്തി ആകാത്തതിനാലും സ്വന്തം തെറ്റ് തുറന്ന് സമ്മതിച്ചതിനാലും പുനരധിവാസ കൗൺസിലിംഗിനും ഈ കോടതി നിർദ്ദേശിക്കുന്നു. കേസിന് പിന്നിലുള്ളവരോട് താങ്കൾക്ക് എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? താങ്കളുടെ പ്രതികരണം എന്താണ്? എനിക്ക് ആരോടും ഒരു വിരോധവുമില്ല. ടീച്ചർ, കഥയൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു ചോദ്യം ബാക്കിയില്ലേ? അദ്ദേഹത്തിന്റെ മകൻ ഇപ്പൊ എവിടെയാണ്? ഡാഫ്സിലെ കോളേജ് യൂണിയൻ ഫെസ്റ്റിന്റെ റിസൾട്ട് വന്നു. നീ എന്തിനൊക്കെ ഉണ്ടായിരുന്നല്ലേ? പോയി നോക്ക്. എന്തെന്നറിയില്ല, പതിവില്ലാതെ ഇന്ന് ഉറക്കം വരുന്നില്ല. കണ്ണടച്ചാൽ അച്ഛൻ്റെ മുഖം മാത്രം. ജീവിതം മുഴുവനും സത്യസന്ധമായി ജോലി ചെയ്ത എൻ്റെ അച്ഛൻ ഒരു വ്യാജ പരാതിയുടെ പേരിൽ ജയിലിലാണെന്ന സത്യം മനസ്സ് അംഗീകരിക്കാൻ തയ്യാറല്ല. ഒരു സാധാ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ച എനിക്ക് അമ്മയുടെ മരണശേഷം എൻ്റെ വിജയപരാജയങ്ങളിൽ കൂടെ നിന്ന് എന്നെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നയിച്ചത് എൻ്റെ അച്ഛൻ മാത്രമാണ്. സ്ത്രീകൾക്ക് അവകാശങ്ങളും സംരക്ഷണവും അത്യാവശ്യമാണ്. സമൂഹത്തിൽ അവർ നേരിടുന്ന അനീതികൾക്കെതിരെ ശക്തമായ നിയമങ്ങൾ വേണം, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ നിയമങ്ങൾ കുറച്ചുപേരെങ്കിലും സ്വന്തം ലാഭത്തിനായി ദുരുപയോഗം ചെയ്യുമ്പോൾ നിരപരാധികളായ ആളുകളുടെ ജീവിതം തകരുന്നു. ഇന്നതിൻ്റെ വേദന എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ സത്യത്തെ ഉപയോഗിച്ച് സംരക്ഷിക്കേണ്ട നിയമങ്ങൾ അസത്യത്തിന് ആയുധമാക്കരുത്. തെറ്റ് ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം. ഒപ്പം നടന്ന മകന്റെയും തള്ളിപ്പറഞ്ഞ നാട്ടുകാരുടെയും ഇടയിലൂടെ അയാൾ വീണ്ടും തന്റെ ജീവിതം തുടരും. എൻ്റെ അച്ഛൻ തിരികെ വരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. സത്യം വൈകിയാലും ജയിക്കും. ഒരു ദിവസം ഇരുട്ട് മാറും. അന്ന് ഞാൻ ഈ പേജുകൾ വീണ്ടും വായിച്ച് കണ്ണീരിനു പകരം അഭിമാനത്തോടെ ചിരിക്കും.